നമസ്കാരം, ന്യൂസ് 11:30 സ്വാഗതം. ഗുരുവായൂർ മാണിക്യത്തുപടിയിൽ 4 പേർക്ക് വളർത്തുനായയുടെ കടിയേറ്റു. മാണിക്യത്തുപടി ജനകീയ റോഡിൽ പുന്നവീട്ടിൽ കുട്ടൻ എന്ന ജഗന്നിവാസൻ, സഹോദരി നന്ദിനി, കർത്തവക ഗംഗാധരൻ, കൊച്ചുപറമ്പിൽ ഇല്യാസ് മകൻ അമൽ എന്നിവർക്കാണ് കടിയേറ്റത്. ഇന്ന് രാവിലെ 8:30യോടെയാണ് സംഭവം. കുട്ടൻ വീട്ടിൽ വളർത്തിയിരുന്ന നായയാണ് അക്രമാസക്തനായത്. കുട്ടനെയും സഹോദരിയെയും ആക്രമിച്ച ശേഷം നായ തെരുവിലേക്ക് ഇറങ്ങുകയായിരുന്നു. റോഡിലൂടെ നടന്നു പോകുകയായിരുന്ന ഗംഗാധരനെ ശരീരമാസകലം നായ കടിച്ചു കീറി. മദ്രസയിൽ നിന്നും വീട്ടിലേക്ക് പോകുമ്പോഴാണ് അമലിന് കടിയേറ്റത്. പരിക്കേറ്റവർ ചാവക്കാട് താലൂക്ക് ആശുപത്രിയിലും തൃശൂർ മെഡിക്കൽ കോളേജിലുമായി ചികിത്സ തേടി. പേവിഷബാധ ലക്ഷണങ്ങളോടെ ഓടി നടന്ന് ആക്രമണ സ്വഭാവം കാണിച്ച നായയെ പിന്നീട് നാട്ടുകാർ തല്ലിക്കൊന്നു. കൂറ്റനാട് ആമക്കാവ് പൂരത്തോടനുബന്ധിച്ച് നടന്ന വെടിക്കെട്ടിനിടെ 3 പേർക്ക് പരിക്ക്. അജിത്ത് കോടനാട്, ഷാമിൽ, ഷാരോൺ ചേറ്റുവ എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇന്നലെ 9 മണിയോടെയായിരുന്നു ക്ഷേത്രത്തിന് സമീപത്തെ പാടശേഖരത്ത് വെടിക്കെട്ട് നടന്നത്. വെടിക്കെട്ടിനിടെ തെറിച്ച മൺകട്ടകളും ചെറിയ കല്ലുകളും ദേഹത്ത് തട്ടിയാണ് ഇവർക്ക് പരിക്കേറ്റത്. തൃശൂർ, പാലക്കാട്, മലപ്പുറം സ്വദേശികൾക്കാണ് പരിക്കേറ്റത്. ഉടൻ തന്നെ ഇവരെ പൂരക്കമ്മിറ്റി ഭാരവാഹികൾ ചേർന്ന് പെരുമ്പിലാവിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. പ്രാഥമിക ചികിത്സ നൽകി ഇവരെ തിരികെ വീടുകളിലെത്തിക്കുകയും ചെയ്തു. അതേസമയം പരിക്കേറ്റവർക്ക് പരാതികളില്ലെന്ന് അറിയിച്ചതിനാൽ മറ്റ് നിയമ നടപടികളൊന്നും സ്വീകരിച്ചിട്ടില്ല. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പലതവണ ലൈംഗിക പീഡനം നടത്തിയ 49 വയസ്സുകാരനെ ജീവിതാവസാനം വരെ ജീവപര്യന്തം കഠിന തടവിനും 60,000 രൂപ പിഴയും വിധിച്ചു. ചാവക്കാട് ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതിയാണ് ശിക്ഷ വിധിച്ചത്. 2019 സ്കൂൾ വെക്കേഷൻ സമയത്താണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. വാടാനപ്പള്ളി ബീച്ച് ഇത്തിക്കാട്ട് വീട്ടിൽ പ്രഭാകരൻ മകൻ വിനോദ് എന്ന ഉണ്ണിമോനെയാണ് ചാവക്കാട് അതിവേഗ സ്പെഷ്യൽ കോടതി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി ശിക്ഷ വിധിച്ചത്. പിഴയടയ്ക്കാത്ത പക്ഷം 6 മാസം കൂടി അധിക തടവ് അനുഭവിക്കണം. പ്രതിയെ മറ്റൊരു പോക്സോ കേസിൽ കുന്നംകുളം ഫാസ്റ്റ് ട്രാക്ക് കോടതി 73 വർഷം കഠിന തടവിന് വിധിക്കുകയും പ്രതി ഇപ്പോൾ ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുകയുമാണ്. പീഡന വിവരം അറിഞ്ഞിട്ടും റിപ്പോർട്ട് ചെയ്യാത്തതിന് 2-3 പ്രതികൾക്ക് 10,000 രൂപ പിഴയും വിധിച്ചിട്ടുണ്ട്. വാടാനപ്പള്ളി പോലീസ് സ്റ്റേഷനിലെ SCPO രാജി OJ കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തി ഹാജരാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ബിജു KR FIR രജിസ്റ്റർ ചെയ്ത് ആദ്യാന്വേഷണം നടത്തിയ കേസിൽ ഇൻസ്പെക്ടർ PR ബിജോയ് തുടരന്വേഷണം നടത്തി അന്വേഷണം പൂർത്തിയാക്കി പ്രതിക്കെതിരെ കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചു. ASI അരുൺകുമാർ അന്വേഷണത്തിന് സഹായിച്ചു. പ്രോസിക്യൂഷനു വേണ്ടി 17 സാക്ഷികളെ വിസ്തരിക്കുകയും 27 രേഖകളും മുതലുകളും ഹാജരാക്കുകയും ചെയ്തു. പ്രോസിക്യൂഷനു വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് സിജു മുട്ടത്ത്, അഡ്വക്കേറ്റ് നിഷ C എന്നിവർ ഹാജരായി. വിസ്താരവേളയിൽ ലെയ്സൺ ഓഫീസർ GSCPO സിന്ധു MR കോടതിയിൽ പ്രോസിക്യൂഷൻ നടപടികൾ ഏകോപിപ്പിച്ചു. ഗുരുവായൂർ നഗരസഭയുടെ പടിഞ്ഞാറേ നടയിലെ അമ്യൂണിറ്റി സെന്ററിൽ നിന്ന് ശുചിമുറി മാലിന്യം പുറത്തേക്ക് ഒഴുകുന്നു. ഇന്ന് രാവിലെ മുതലാണ് മാലിന്യം പുറത്തേക്ക് ഒഴുകി തുടങ്ങിയത്. ഇതുമൂലം പരിസരത്ത് ദുർഗന്ധം രൂക്ഷമാണ്. കുടുംബശ്രീയുടെയും സ്വകാര്യ വ്യക്തികളുടെയും ഹോട്ടലുകൾക്ക് സമീപത്താണ് മാലിന്യം ഒഴുകുന്നത്. ക്ഷേത്ര ദർശനത്തിനെത്തുന്ന തീർത്ഥാടകർക്ക് വിശ്രമിക്കാനും പ്രാഥമിക കാര്യങ്ങൾ നിർവഹിക്കാനുമായി ഒരുക്കിയിട്ടുള്ള അമ്യൂണിറ്റി സെന്ററിന്റെ നടത്തിപ്പ് ചുമതല കുടുംബശ്രീക്കാണ്. മാലിന്യ പ്രശ്നത്തിന് എത്രയും പെട്ടെന്ന് പരിഹാരം കാണണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. ചെങ്കോട്ടുകോണം ശ്രീരാമദാസ മിഷൻ പ്രസ്ഥാനങ്ങളുടെ ആഭിമുഖ്യത്തിൽ ശ്രീരാമനവമി മഹോത്സവത്തിന്റെ ഭാഗമായ രഥയാത്രയ്ക്ക് ഗുരുവായൂരിൽ സ്വീകരണം നൽകി. ജനുവരി 31 മുതൽ മാർച്ച് 27 വരെ കാശ്മീർ മുതൽ കന്യാകുമാരി വരെ നടക്കുന്ന രഥയാത്രയ്ക്കാണ് സ്വീകരണം നൽകിയത്. ചെങ്കോട്ടുകോണം ശ്രീരാമദാസ ആശ്രമം മഠാധിപതി ശ്രീശക്തി ശാന്താനന്ദ മഹർഷിയുടെ നേതൃത്വത്തിൽ മഞ്ചുളാൽ പരിസരത്തെത്തിയ രഥയാത്രയെ ആരതി ഒഴിഞ്ഞ് സ്വീകരിച്ചു. തുടർന്ന് നടന്ന സമ്മേളനം ഹിന്ദു ഐക്യവേദി സംസ്ഥാന ജനറൽ സെക്രട്ടറി KP ഹരിദാസ് ഉദ്ഘാടനം ചെയ്തു. ദണ്ഡി സ്വാമി സാധു കൃഷ്ണാനന്ദ സരസ്വതി അധ്യക്ഷത വഹിച്ചു. സ്വാമി കൃഷ്ണാനന്ദ സരസ്വതി അനുഗ്രഹ പ്രഭാഷണം നടത്തി. സ്വാമി ശങ്കരാനന്ദ സരസ്വതി, KK സുമേഷ് കുമാർ, ബാബുരാജ് കേച്ചേരി, ഹരികുമാർ ഭട്ടതിരിപ്പാട് എന്നിവർ സംസാരിച്ചു. മതസൗഹാർദ്ദത്തിന്റെയും ഒരുമയുടെയും സന്ദേശം ഉയർത്തി ഗുരുവായൂർ നഗരസഭയിൽ ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചു. ഭരണ പ്രതിപക്ഷ ഭേദമന്യേ കൗൺസിലർമാരും ഉദ്യോഗസ്ഥരും മാധ്യമപ്രവർത്തകരും പങ്കെടുത്ത സമൂഹ നോമ്പുതുറ പരസ്പര സ്നേഹവും ഐക്യവും ഊട്ടിയുറപ്പിക്കുന്ന സന്ദേശമാണ് പങ്കുവയ്ക്കപ്പെട്ടത്. ടൗൺഹാളിലെ കിച്ചൺ ബ്ലോക്കിൽ നഗരസഭാ ചെയർപേഴ്സൺ സുനിത അരവിന്ദൻ ഉദ്ഘാടനം ചെയ്തു. വൈസ് ചെയർപേഴ്സൺ KK ജ്യോതിരാജ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ V അനൂപ്, ഷാനി റെജി,
AT ഹംസ, ബിന്ദു അജിത് കുമാർ, രതി ജനാർദ്ദനൻ, പ്രതിപക്ഷ നേതാവ് ബഷീർ പൂക്കോട്, കൗൺസിലർമാരായ ജലീൽ പണിക്കവീട്ടിൽ, ആന്റോ തോമസ്, റഷീദ് കുന്നിക്കൽ തുടങ്ങിയവർ സംസാരിച്ചു. വിദ്യാർത്ഥികളിൽ പഠന നിലവാരം ഉയർത്തുന്നതിനുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കി നൽകുന്നതിന്റെ ഭാഗമായി കടവല്ലൂർ പഞ്ചായത്തിലെ SC വിദ്യാർത്ഥികൾക്ക് മേശയും കസേരയും നൽകി. പഞ്ചായത്തിന്റെ 2025-26 വാർഷിക പദ്ധതിയിൽ നിന്നും 1,60,000 രൂപ ചെലവഴിച്ച് 32 വിദ്യാർത്ഥികൾക്കാണ് മേശ, കസേര എന്നിവ ലഭിച്ചത്. പദ്ധതിയുടെ ഉദ്ഘാടനം പ്രസിഡന്റ് ബിന്ദു ധർമ്മൻ നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് KM സലിം അധ്യക്ഷത വഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ പ്രഭാത് മുല്ലപ്പള്ളി, ഹസീന അഷ്റഫ്, ഇംപ്ലിമെന്റ് ഓഫീസർ ജിഷ, വാർഡ് മെമ്പർമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ചുട്ടുപൊള്ളുന്ന മീനച്ചൂടിൽ പ്രകൃതിക്ക് കുളിരേകിക്കൊണ്ട് കണിക്കൊന്നകൾ പൂത്തുലഞ്ഞു. പാതയോരങ്ങളിലും ഗ്രാമവഴികളിലും മഞ്ഞപ്പട്ടുടുത്തു നിൽക്കുന്ന കൊന്നമരങ്ങൾ ഐശ്വര്യപൂർണമായ മറ്റൊരു വിഷുക്കാലത്തിന്റെ വരവറിയിക്കുകയാണ്. വേനൽ ചൂടിൽ വെന്തിരുങ്ങുന്ന മണ്ണിലേക്ക് സ്വർണ്ണവർണ്ണം വാരിവിതറുന്ന ഈ കാഴ്ച നയനമനോഹരമാണ്. ഏപ്രിൽ പകുതിയോടെ എത്തുന്ന വിഷുവിനെ വരവേൽക്കാൻ മാസങ്ങൾക്ക് മുമ്പേ പ്രകൃതി ഒരുങ്ങിക്കഴിഞ്ഞു എന്നതിന്റെ തെളിവാണ് ഈ പൂക്കാലം. കാലം തെറ്റിപ്പെയ്യുന്ന മഴയും കാലാവസ്ഥാ വ്യതിയാനങ്ങളും വെല്ലുവിളിയുണ്ടാക്കുന്നുണ്ടെങ്കിലും കൃത്യസമയത്ത് തന്നെ പൂവിട്ടു നിൽക്കുന്ന കണിക്കൊന്നകൾ പ്രകൃതിയുടെ അത്ഭുതമായി ഇന്നും തുടരുന്നു. ഭഗവാൻ കൃഷ്ണന്റെ പൊന്നരഞ്ഞാണമായി സങ്കല്പിക്കുന്ന കൊന്നപ്പൂക്കൾ വിഷുക്കണിയിലെ ഒഴിച്ചുകൂടാനാവാത്ത ഘടകമാണ്. വിഷുദിനത്തിൽ വീടുകളിൽ ഐശ്വര്യം നിറയ്ക്കാൻ ഈ പുഷ്പങ്ങൾ അണിനിരക്കും. പാതയോരങ്ങളിൽ കൊന്നപ്പൂക്കൾക്കൊപ്പം നിന്ന് ചിത്രങ്ങൾ പകർത്തുന്ന തിരക്കിലാണ് വഴിയാത്രക്കാർ. കാഴ്ചക്കാരുടെ മനം കവരുന്ന ഈ മഞ്ഞപ്പകിട്ട് വരാനിരിക്കുന്ന സമൃദ്ധിയുടെയും ആഘോഷങ്ങളുടെയും ഓർമ്മപ്പെടുത്തലാണ്. ചുട്ടുപൊള്ളുന്ന വേനലിലും കുളിർമയായി പെയ്തിറങ്ങുന്ന ഈ സ്വർണ്ണമഴ വരാനിരിക്കുന്ന നല്ല നാളുകളുടെ പ്രതീകമായി മാറിയിരിക്കുന്നു. ചാവക്കാട് കടപ്പുറം പഞ്ചായത്ത് ഹിന്ദു ഏകതാ സമ്മേളനം മാർച്ച് 15 വെള്ളിയാഴ്ച വൈകിട്ട് 4 മണിക്ക് ഇരട്ടപ്പുഴ വേദവ്യാസ നഗറിൽ നടക്കുമെന്ന് ഭാരവാഹികളായ CS സുനില, രവി വടക്കൂട്ട്, ദിലീപ് അമ്പലപ്പറമ്പിൽ എന്നിവർ അറിയിച്ചു. ഏങ്ങണ്ടിയൂർ നാരായണ ഗുരുകുലത്തിലെ സ്വാമി തത്വതീർത്ഥ ഉദ്ഘാടനം ചെയ്യും. ചെയർമാൻ ജ്യോതി ബസു അധ്യക്ഷനാകും. അന്നേ ദിവസം രാവിലെ 9:30 വിളംബരം അറിയിച്ച് ബൈക്ക് റാലിയും ഉണ്ടാകും. ഇരട്ടപ്പുഴ സെന്ററിൽ നിന്നും ആരംഭിച്ച് കടപ്പുറം പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സഞ്ചരിച്ച് ഇരട്ടപ്പുഴയിൽ സമാപിക്കും. വൈകിട്ട് നാരായണീയ പാരായണം, മെഗാ തിരുവാതിര, വീരനാട്യം, നൃത്തങ്ങൾ, ആദര സദസ്സ് എന്നിവ ഉണ്ടാകും. ചിറക്കൽ ആനപ്പറമ്പ് റോഡിൽ ചെറുവത്തൂർ ബേബി നിര്യാതനായി. 88 വയസ്സായിരുന്നു. സംസ്കാരം 3 മണിക്ക് കാട്ടകമ്പാൽ മാർ ഇഗ്നാത്യോസ് ഓർത്തഡോക്സ് പള്ളിയിൽ നടക്കും. ശാന്ത ഭാര്യയും ലിജി, ബിജു, ബിനു എന്നിവർ മക്കളുമാണ്. പെലക്കാട്ടുപയ്യൂർ തെരിയത്ത് ഖാദർ മകൻ മുസ്തഫ നിര്യാതനായി. 70 വയസ്സായിരുന്നു. സംസ്കാരം പിന്നീട് നടക്കും. ഇതോടെ ന്യൂസ് 11:30 സമാപിച്ചു.